मिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति स्वपदान्तिकम्। वन्देऽहं श्रीगुरो श्रीयुतापदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगणललिता श्रीविशाखान्वितांश्च। हे कृष्ण करुणा सिंधो दीनबंधो जगत्पते गोपेश गोपिका कांत राधा कांत नमोस्तुते। तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छकल्पतरुभ्यश्च कृपा सिंधुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद। हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे। ഹരേ കൃഷ്ണ. നമ്മൾ ഭഗവത്ഗീതയുടെ 13ാമത്തെ അധ്യായമാണ്. 13ാമത്തെ അധ്യായം പ്രകൃതി, പുരുഷൻ, ക്ഷേത്രജ്ഞൻ. ഇതാണ് ഈ അധ്യായത്തിന്റെ ശീർഷകം. അർജുനൻ ഈ അധ്യായം തുടങ്ങുന്നത് തന്നെ ചോദ്യങ്ങളോടുകൂടിയാണ്. പ്രകൃതിം പുരുഷം ചൈവ ക്ഷേത്രം ക്ഷേത്രജ്ഞം ഏവച ഏതത് വേദിതുമിച്ഛാമി ജ്ഞാനം ജ്ഞേയം ച കേശവ. അപ്പോൾ പ്രകൃതി, പുരുഷൻ, ക്ഷേത്രം ക്ഷേത്രജ്ഞൻ, ജ്ഞാനം ജ്ഞേയം, ഈ 6 വസ്തുതകളാണ് അർജുനൻ അറിയാൻ ആഗ്രഹിക്കുന്നത്. അതിൽ ഭഗവാൻ പ്രകൃതിയെയും പുരുഷനെയും പറ്റി ആദ്യം തന്നെ പ്രതിപാദിക്കുന്നില്ല. ഭഗവാൻ ആദ്യം ചർച്ച ചെയ്യാൻ പോകുന്ന എന്തിനെ പറ്റിയാണ്? ക്ഷേത്രത്തെയും ക്ഷേത്രജ്ഞനെയും പറ്റിയാണ്. പുരുഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് എൻജോയ് ചെയ്യുന്നത്? അതാണ് ആ പുരുഷൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം, പുരുഷൻ. അപ്പോൾ പുരുഷൻ പ്രകൃതിയെ എൻജോയ് ചെയ്യുന്നു. എന്നാൽ ആ തത്വം, പ്രകൃതിയും പുരുഷനും തമ്മിലുള്ള ബന്ധം, അത് ഭഗവാൻ തീർച്ചയായിട്ടും വർണ്ണിക്കും. അത് കുറച്ചുകൂടി ശ്ലോകങ്ങൾക്ക് ശേഷം മാത്രമാണ്. പക്ഷെ ആദ്യം ഭഗവാൻ ക്ഷേത്രവും ക്ഷേത്രജ്ഞനും തമ്മിലുള്ള വ്യത്യാസമാണ് വർണ്ണിക്കുവാൻ പോകുന്നത്. അതുകൊണ്ടാണ് ആദ്യം ഭഗവാൻ പറഞ്ഞത് എന്താണ്? ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതെ, നമ്മുടെ ശരീരമാണ് ക്ഷേത്രം. അത് ആ ക്ഷേത്രത്തിൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഒരു വയലെടുക്കുകയാണെങ്കിൽ വയലിൽ നമ്മൾ പലപ്പോഴും വയലിനെ നമുക്ക് ക്ഷേത്രമായിട്ട്, സംസ്കൃതത്തിൽ വയലിനെ ക്ഷേത്രമായിട്ട് ഉപയോഗിക്കും. എന്തുകൊണ്ടാണ്? അവിടെ വിത്ത് പാവാൻ പറ്റും. അപ്പോൾ ആ വിത്ത് പാവി അതിലെ സസ്യങ്ങൾ വളരുന്നത് ഒരു ക്ഷേത്രത്തിലാണ്. ആ അർത്ഥത്തിൽ സംസ്കൃതത്തിൽ ക്ഷേത്രം എന്നുള്ള വാക്ക് ഉപയോഗിക്കാറുണ്ട്, വയല് എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ വയലിൽ ആരാണ്? ചെടികൾ, അതാണ് വളരുന്നത്. അങ്ങനെ ക്ഷേത്രം എന്നുള്ള വാക്ക് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ദേവാലയം എന്നുള്ള അർത്ഥത്തിൽ ക്ഷേത്രം എന്നുള്ള വാക്ക് ഉപയോഗിക്കാറുണ്ട്. അവിടെ ആ സ്ഥാനം ആര് കുടികൊള്ളുന്ന സ്ഥാനമാണ്? ഭഗവാൻ കുടികൊള്ളുന്ന സ്ഥലമാണ് ക്ഷേത്രം. നമ്മൾ അമ്പലത്തിൽ പോയി എന്ന് പറയും, ക്ഷേത്രത്തിൽ പോയി എന്ന് പറയും. അങ്ങനെ ക്ഷേത്രം. ഇവിടെ ശരീരത്തെ ക്ഷേത്രം എന്ന് പറയാൻ കാരണം ആ ശരീരത്തിലാണ് ശരീരി അല്ലെങ്കിൽ ആത്മാവ് നിവസിക്കുന്നത്. അതുകൊണ്ടാണ് ക്ഷേത്രം എന്ന് പറയാൻ കാര്യം. അടുത്തത് ക്ഷേത്രജ്ഞൻ. അതെ, ആദ്യത്തെ ക്ഷേത്രജ്ഞൻ എന്ന് പറയുന്നത് നമുക്ക് ആത്മാവിനെ ക്ഷേത്രജ്ഞൻ എന്ന് പറയാം. എന്തുകൊണ്ടെന്നാൽ ആത്മാവിന് നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ നടക്കുന്നോ അതിനെ പറ്റിയുള്ള ഒരു അറിവുണ്ട്. ശരിയാണല്ലോ? നമുക്ക് വേദന എടുക്കും, അല്ലെങ്കിൽ നമ്മുടെ ശരീരം വളരും തളരും, ഇതെല്ലാം നമുക്ക് അറിയാൻ പറ്റും. അതുകൊണ്ട് നാം തന്നെയാണ് ക്ഷേത്രജ്ഞൻ. പക്ഷേ ഭഗവാൻ പറയുന്നു ആത്മാവ് മാത്രമല്ല ക്ഷേത്രജ്ഞൻ. അടുത്ത ക്ഷേത്രജ്ഞൻ ആരാണ്? രണ്ടാമതൊരു ക്ഷേത്രജ്ഞൻ കൂടിയുണ്ട്. അതാരാണ്?
പരമാത്മാവ്. അതുകൊണ്ട് ഈ ശ്ലോകത്തിൽ, മൂന്നാമത്തെ ശ്ലോകത്തിൽ എന്താണ്? ക്ഷേത്രജ്ഞം ചാപി മാം വിദ്ധി, എന്നെയും ക്ഷേത്രജ്ഞനായി നീ മനസ്സിലാക്കൂ എന്നാണ് പറയുന്നത്. ഇതിൽ നിന്ന് തന്നെ മായാവാദത്തിൻ്റെ അല്ലെങ്കിൽ കേവല അദ്വൈതവാദത്തിൻ്റെ പൊള്ളത്തരം നമ്മെ കാണിച്ചു തരുന്നത്. എന്തുകൊണ്ടാണ്? ക്ഷേത്രജ്ഞന്മാർ തന്നെ രണ്ട് വിധത്തിലാണ്, രണ്ടാളുകളാണെന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ ആത്മാവും പരമാത്മാവും രണ്ട് എന്ന് തന്നെയാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ പ്രതിപാദിക്കുന്നത്. അതുകൊണ്ട് ക്ഷേത്രജ്ഞം ച അപി മാം വിദ്ധി, എന്നെയും ക്ഷേത്രജ്ഞനാക്കി മനസ്സിലാക്കുക എന്നാണ് ഭഗവാൻ പറയുന്നത്. അല്ലാതെ ഭഗവാൻ പറയുന്നില്ല അതായത് ആത്മാവും പരമാത്മാവും ഒന്നാണെന്ന്. അതിന് മറിച്ച് ഭഗവാൻ പറയുന്നു ആത്മാവും പരമാത്മാവും രണ്ട് തന്നെ എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. നമ്മൾ അടുത്തത് വായിച്ചു. എന്താണ് ഭഗവാൻ പറഞ്ഞു? ഭഗവാൻ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇനി ഇതെല്ലാം വിസ്തരിച്ച് നമ്മളെ പറഞ്ഞു തരാൻ പോകുന്നത്? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഭഗവാൻ ഏത് ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നമ്മുടെ ക്ഷേത്രത്തെ പറ്റി കൂടുതൽ പറഞ്ഞു തരാൻ പോകുന്നത്? അതാണ് പറയുന്നത്, ബ്രഹ്മസൂത്ര പദൈശ്ചൈവ ഹേതുമദ്ഭുർ വിനശ്ചിതൈഹി. ബ്രഹ്മസൂത്ര പദങ്ങളിലൂടെ അല്ലെങ്കിൽ വേദാന്ത സൂത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ഋഷിമാർ ഇത് പലപ്പോഴും വർണ്ണിച്ചിട്ടുണ്ട്. അതാണ് ഭഗവാൻ വിസ്തരിക്കാൻ പോകുന്നത്. അപ്പോൾ ഭഗവാൻ എന്ത് വേണമെങ്കിലും പറയാം, സത്യമാണ്. ഭഗവാൻ പറയുന്നത് എല്ലാം സത്യമാണ്. അതുകൊണ്ടാണ് സത്യവ്രതം സത്യവരം ത്രിസത്യം. ഭഗവാൻ എല്ലാ അവസ്ഥയിലും സത്യമായിട്ടിരിക്കുന്നു. ഭഗവാൻ എന്ത് പറയുന്നു അത് സത്യമാണ്. സത്യസ്യ സത്യം, സത്യം സത്യമാകുന്നത് ഭഗവാൻ ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഭഗവാന് ഈ അറിവ് മറ്റൊരു ശാസ്ത്രഗ്രന്ഥങ്ങളും ഉദ്ധരിക്കാതെ പറയാവുന്നതാണ്. എങ്കിലും ഭഗവാൻ അത് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ്? ഭഗവാൻ നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. നാം ഈ ആധ്യാത്മികമായിട്ടുള്ള വസ്തുതകൾ മറ്റുള്ളവർക്ക് പറഞ്ഞു നൽകുമ്പോൾ അത് ശാസ്ത്രോക്തമായിരിക്കണം. നമുക്ക് തോന്നുന്നത് പറയാൻ പറ്റില്ല. ഇപ്പോൾ പല വൈഷ്ണവ ഗുരുക്കന്മാരുടെ എല്ലാ കാര്യം പറയുന്നത്, മറ്റ് അവൈഷ്ണവരായിട്ടുള്ള മറ്റ് ഗുരുക്കന്മാരുടെയും പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ശാസ്ത്രോക്തമായിട്ടല്ല ഈ വസ്തുവകൾ പറഞ്ഞു നൽകുന്നത്. അവർക്ക് എന്ത് തോന്നുന്നോ അത് പറയുന്നു. അതാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ 6, 7 എന്തുകൊണ്ടാണ് 1 മുതൽ 7 വരെയുള്ള ശ്ലോകങ്ങൾ ക്ഷേത്രവും ക്ഷേത്രജ്ഞനും തമ്മിലുള്ള വ്യത്യാസത്തെ പറ്റിയാണ് പ്രതിപാദിക്കുന്നത്. അപ്പോൾ നമുക്കിനി 6, 7 വായിക്കാം. മഹാഭൂതാന്യഹങ്കാരോ ബുദ്ധിരവ്യക്തമേവ ച ഇന്ദ്രിയാണി ദശൈകം ച പഞ്ചചേന്ദ്രിയ ഗോചരാഃ ഇച്ഛാദ്വേഷ സുഖം ദുഃഖം സംഘാതശ്ചേതനാധൃതി ഏതത് ക്ഷേത്രം സമാസേന സവികാരമുദാഹൃതം. 5 മഹാഭൂതങ്ങൾ, മിഥ്യാഹങ്കാരം, ബുദ്ധി, അവ്യക്തത, 10 ഇന്ദ്രിയങ്ങൾ, മനസ്സ്, 5 ഇന്ദ്രിയ വിഷയങ്ങൾ, രാഗദ്വേഷങ്ങൾ, സുഖദുഃഖങ്ങൾ, സമദൃഷ്ടി, ജീവലക്ഷണങ്ങൾ, ദൃഢവിശ്വാസം എന്നിവയും ചുരുക്കത്തിൽ ക്ഷേത്രമായും അതിൻ്റെ പ്രതിപ്രവർത്തനങ്ങളായും വിവരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത് ക്ഷേത്രത്തെ പറ്റി ഭഗവാൻ കൂടുതൽ വിസ്തരിക്കുന്നു. ക്ഷേത്രത്തിൽ എന്തൊക്കെയാണുള്ളത്? പഞ്ചമഹാഭൂതങ്ങൾ, ഇത് നമുക്കറിയാം. ക്ഷേത്രം ഉണ്ടാക്കിയിരിക്കുന്നത് പഞ്ചമഹാഭൂതങ്ങൾ കൊണ്ടാണ്. പിന്നീടോ ഇത് കൂടാതെ നമുക്കറിയാം ഭൂമിരാപോ അനലോ വായു ഘം മനോ ബുദ്ധിരേവ അഹങ്കാരം ഇതിയമ്മേ ഭിന്ന പ്രകൃതി അഷ്ടത. 8 സ്ഥൂലവും സൂക്ഷ്മമായിട്ടുള്ള 8 ഭൂതങ്ങളാണ് നമ്മൾ പറയുന്നത്, പഞ്ചമഹാഭൂതങ്ങൾ. അതിൽ ഇവിടെ പറയുന്നത് ആദ്യം തന്നെ പഞ്ചമഹാഭൂതങ്ങൾ എന്ന് പറയുന്നുണ്ട്. അത് നമ്മുടെ ക്ഷേത്രത്തിന്റെ ഭാഗമാണ്. നമ്മുടെ ശരീരത്തിൽ അതുണ്ട്, അല്ലെങ്കിൽ ശരീരം അതുകൊണ്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. പിന്നീടോ മിഥ്യാഹങ്കാരം, പിന്നീട് ബുദ്ധി, പിന്നീട് അവ്യക്തത, പിന്നീട് എന്താണ് പറയുന്നത് 10 ഇന്ദ്രിയങ്ങൾ, മനസ്സ്, 5 ഇന്ദ്രിയ വിഷയങ്ങൾ. ഇന്ദ്രിയ വിഷയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രൂപം, സ്വാദ് തുടങ്ങി ഇതാണ് ഇന്ദ്രിയ വിഷയങ്ങൾ. പിന്നെ രാഗദ്വേഷങ്ങൾ, സുഖദുഃഖങ്ങൾ, സമദൃഷ്ടി, ജീവലക്ഷണങ്ങൾ, ദൃഢവിശ്വാസം. ഇങ്ങനെ ക്ഷേത്രത്തിൽ പല പല ഘടകങ്ങളും ക്ഷേത്രത്തിലുണ്ട്. അവയിൽ പ്രധാനപ്പെട്ട
ഘടകങ്ങളാണ് ഇവിടെ ഭഗവാൻ നമുക്ക് പറഞ്ഞു നൽകുന്നത്. അപ്പോൾ ഇവിടെ ഭാവാർത്ഥത്തിൽ പറയുന്നു, ഋഷി വര്യന്മാരുടെ ആധികാരിക പ്രസ്താവനകളിൽ നിന്ന്, വൈദിക സൂക്തങ്ങളിൽ നിന്നും, വേദാന്ത സൂത്രങ്ങളിൽ നിന്നും പ്രപഞ്ച ഘടകങ്ങളെപ്പറ്റി നമ്മൾ ഗ്രഹിക്കുന്നത് ഇങ്ങനെയാണ്. ഒന്നാമതായി ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം എന്നീ പഞ്ചമഹാഭൂതങ്ങളുണ്ട്. പിന്നെ മിഥ്യാഹങ്കാരവും ബുദ്ധിയും പ്രകൃതിയുടെ അവ്യക്ത നിലയ്ക്കുള്ള 3 ഗുണങ്ങളും ഉളവാകുന്നു. അപ്പോൾ അവ്യക്തത എന്ന് ഉദ്ദേശിക്കുന്നത് 3 ഗുണങ്ങളെയാണ്, ത്രിഗുണങ്ങളെയാണ്. പിന്നെ കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി എന്നീ ഇന്ദ്രിയ വിഷയങ്ങളും, അടുത്തതായി ശബ്ദം, കാലുകൾ, കൈകൾ, ഗുദം, ഉത്പാദനേന്ദ്രിയം എന്നീ കർമ്മേന്ദ്രിയ വിഷയങ്ങളും ഉൾക്കൊള്ളുന്നു. ഇന്ദ്രിയങ്ങളെക്കാൾ ഉത്കൃഷ്ടമായ മനസ്സാണ് അടുത്തത്. ആന്തരികമാകിയാൽ ഇതിനെ അന്തരേന്ദ്രിയമെന്ന് പറയാം. അങ്ങനെ മനസ്സുൾപ്പെടെ 11 ഇന്ദ്രിയങ്ങൾ. പിന്നെ ഇന്ദ്രിയ വിഷയങ്ങൾ 5: ഗന്ധം, രസം, രൂപം, സ്പർശം, ശബ്ദം. ഈ 24 ഘടകങ്ങളുടെ സമൂഹത്തെയാണ് കർമ്മക്ഷേത്രം എന്ന് പറയുന്നത്. 24 വിഷയങ്ങളെയും വെവ്വേറെ എടുത്ത് നിഷ്കൃഷ്ട പഠനം നടത്തുന്നവർ കർമ്മക്ഷേത്രത്തെക്കുറിച്ച് നന്നായി അറിവ് നേടാം. ഇനി രാഗദ്വേഷങ്ങളും സുഖ ദുഃഖങ്ങളും ഉണ്ട്. സ്ഥൂല ശരീരത്തിലെ 5 മഹാഭൂതങ്ങളുടെ അന്യോന്യ പ്രതികരണങ്ങളെയാണിവ വെളിപ്പെടുത്തുന്നത്. പ്രജ്ഞ, വിശ്വാസം എന്നീ ജീവലക്ഷണങ്ങൾ മനസ്സും ബുദ്ധിയും അഹങ്കാരവും ഉൾപ്പെടുന്ന സൂക്ഷ്മ ശരീരത്തിൻ്റെ ആവിഷ്കാരങ്ങളത്രേ. ഈ സൂക്ഷ്മതത്വങ്ങളും കർമ്മക്ഷേത്രത്തിൽ പെട്ടവ തന്നെ. ആദ്യം മനസ്സിലാക്കുക, ഈ ക്ഷേത്രത്തെ പറ്റി കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ 24 ഘടകങ്ങളാണുള്ളത്. ഇത് ഭാഗവതത്തിലും പലതവണ വർണ്ണിച്ചിട്ടുള്ളതാണ്. 24 ഘടകങ്ങൾ, അത് നമുക്കറിയാവുന്നതാണല്ലോ. ആദ്യം നമുക്ക് മനസ്സിലാക്കാം പഞ്ചമഹാഭൂതങ്ങൾ: ഭൂമി, ആപോ, അനലോ, വായു, ഘം. ഇതാണ് പഞ്ചമഹാഭൂതങ്ങൾ. പിന്നീടോ 5 ഇന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ. അങ്ങനെ 15 പിന്നീട് അടുത്ത 5 സാധാരണ തന്മാത്രകൾ എന്നാണ് പറയുന്നത്. അതാണ് രൂപം, സ്പർശം, ശബ്ദം, ഗന്ധം, രസം തുടങ്ങിയ 5 തന്മാത്രകൾ. അപ്പൊ ഇതാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ സ്വീകരിക്കുന്നത്. ഇതാണ്, അതായത് കണ്ണ് കാണുന്നു, അതാണ് രൂപം. പിന്നെ ത്വക്ക് സ്പർശിക്കുന്നു, ഇങ്ങനെ ഇതാണ് തന്മാത്രകൾ. അങ്ങനെ 20 പഞ്ചമഹാഭൂതങ്ങൾ, 10 ഇന്ദ്രിയങ്ങൾ, പിന്നീട് 5 തന്മാത്രകൾ, അപ്പോൾ 20. പിന്നീട് എന്തൊക്കെയാണ്? മനസ്സ്, ബുദ്ധി, അഹങ്കാരം. അങ്ങനെ 24. പിന്നെ ഇവിടെ അവ്യക്തത എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ത്രിഗുണങ്ങളാണ്. അങ്ങനെ 24 ഘടകങ്ങളാണ് പ്രകൃതിയിലുള്ളത്. അപ്പോൾ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലാണെങ്കിലും നമ്മൾ പുറത്ത് എവിടെ നോക്കുകയാണെങ്കിൽ ഇത് നമുക്ക് കാണാൻ പറ്റും. എവിടെ ജീവനുണ്ടോ, ജീവനുള്ള ശരീരങ്ങളിൽ ഈ ഘടകങ്ങളെല്ലാം ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് 24 ഘടകങ്ങൾ. അപ്പോൾ 24 ഘടകങ്ങൾക്കും ജീവനില്ല, ചേതനയില്ല. ഈ 24 ഘടകങ്ങൾക്കും ചേതനയില്ല. ചേതനയുള്ളത് ആത്മാവിനാണ്. അപ്പോൾ 24 കഴിഞ്ഞ് അടുത്തതാണ് 24 ഘടകങ്ങൾ കഴിഞ്ഞ് അടുത്ത ഘടകമാണ് ആത്മാവ്. അതാണ് ക്ഷേത്രജ്ഞൻ. അപ്പോൾ ഇത് കുറച്ചുകൂടി വായിക്കാം. മിഥ്യാഹങ്കാരത്തിൻ്റെ സ്ഥൂലമായ പ്രതിനിധാനങ്ങളാണ് 5 മഹാഭൂതങ്ങൾ. ഭൗതിക സങ്കല്പത്തിൻ്റെ അഥവാ അജ്ഞാന വിധേയമായ തമോമയമായ ബുദ്ധിയുടെ ആദ്യ രൂപങ്ങളാണിവ. പ്രകൃതിയിലെ ത്രിഗുണങ്ങളുടെ അവ്യക്ത ദശയെ പ്രതിനിധാനം ചെയ്യുന്നു. അങ്ങനെ അവ്യക്ത ദശയിലുള്ള ത്രിഗുണങ്ങളെയാണ് പ്രധാനം എന്ന് പറഞ്ഞു വരുന്നത്. അപ്പോൾ അവ്യക്തത സാധാരണ ഈ ത്രിഗുണങ്ങൾ ആക്ടിവേറ്റ് ചെയ്യാത്ത അവസ്ഥയിലാണ് പ്രധാനം എന്ന് പറയുന്നത്. മഹത്വത്തിലാവുമ്പോൾ ഈ ത്രിഗുണങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഈ ത്രിഗുണങ്ങളും സന്തുലിതാവസ്ഥയിലാണ് പ്രധാനത്തിൽ. അപ്പോൾ പ്രധാനവും മഹത്വവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ത്രിഗുണങ്ങൾ സന്തുലിതാവസ്ഥയിലാണ്. അതുകൊണ്ട് അവ പ്രവർത്തിക്കുകയോ പ്രതിപ്രവർത്തിക്കുകയോ ചെയ്യുന്നില്ല. പക്ഷേ മഹത്വമാകുമ്പോൾ ഈ ത്രിഗുണങ്ങൾ വളരെയധികം പ്രവർത്തനങ്ങളിലും പ്രതിപ്രവർത്തനങ്ങളിലും ഏർപ്പെടുന്നു. അപ്പോൾ അത് വളരെ ആക്റ്റീവാണ്. ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം.
അപ്പോൾ ചിലപ്പോൾ ഈ 24ാമത്തെ ഘടകമായിട്ട് പലപ്പോഴും പ്രധാനത്തെ പറ്റി പറയാറുണ്ട്. എന്തായാലും നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇതാണ് 24ാമത്തെ ഘടകം. ഈ 24 മൂലകങ്ങളെയും അവയുടെ അന്യോന്യ പ്രതികരണങ്ങളെയും കുറിച്ച് വിശദമായി അറിയേണ്ടവർ കൂടുതൽ പഠനം നടത്തേണ്ടതുണ്ട്. ഭഗവത്ഗീത ഇവിടെ സംക്ഷിപ്തമായി വിവരിച്ചിട്ടുള്ളൂ. ഈ ഘടകങ്ങൾ എല്ലാം ഉൾപ്പെട്ടതാണ് ശരീരം. ആ ശരീരത്തിന് മാറ്റങ്ങൾ 6 വിധത്തിലുണ്ട്. ജനനം, വളർച്ച, സ്ഥിതി, പ്രത്യുത്പാദനം, ക്ഷയം, മരണം എന്നിങ്ങനെ. അസ്ഥിരമായ ഒന്നാണ് ഈ കർമ്മക്ഷേത്രം. എന്നാൽ അതിനുടമയായ ക്ഷേത്രജ്ഞൻ അങ്ങനെയല്ല. നോക്കിക്കോളൂ, ഭഗവാൻ തന്നെ ഈ ക്ഷേത്രത്തെ പറ്റി പറയുമ്പോൾ വളരെ സാങ്കേതികമായിട്ട് ടെക്നിക്കലായിട്ടാണ് പറഞ്ഞു തരുന്നത്. അത് നമുക്ക് ടെക്നിക്കലായിട്ട് മനസ്സിലാക്കുകയും ചെയ്യാം. എന്താണ്? ശരീരത്തിൽ 24 ഘടകങ്ങളുണ്ട്. അത് ഓർത്തു വെക്കണമെങ്കിൽ വലിയ പ്രയാസമില്ല. പഞ്ചമഹാഭൂതങ്ങൾ 5ആയി, 10 ഇന്ദ്രിയങ്ങൾ 15ആയി, 5 തന്മാത്രകൾ, അതായത് രൂപം, ഗന്ധം, രസം തുടങ്ങി 5 തന്മാത്രകൾ, അങ്ങനെ 20ആയി. പിന്നെ ബുദ്ധി, മനസ്സ്, ബുദ്ധി, അഹങ്കാരം 23ആയി. 24 പ്രധാനം, അല്ലെങ്കിൽ ഈ ത്രിഗുണങ്ങളും സന്തുലിതമായിട്ടിരിക്കുന്ന ഒരവസ്ഥ, അതാണ് പ്രധാനം. ഇതെല്ലാം പ്രകൃതിയുടെ സൃഷ്ടിയുടെ ഭാഗമാണ്. സൃഷ്ടി പഠിക്കുമ്പോൾ അത് ഭാഗവത്തിൽ 3ാമത്തെ സ്കന്ധത്തിൽ പഠിക്കാൻ പറ്റും. സൃഷ്ടി പഠിക്കുമ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ശരീരം. അപ്പോൾ ആ ശരീരത്തിൽ പല വിധത്തിലുള്ള മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, പല കാര്യങ്ങളും പറയുന്നുണ്ട്. മനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ തന്നെ എത്രയൊക്കെയോ മാറ്റങ്ങളുണ്ട്. അതാണ് രാഗദ്വേഷങ്ങൾ എന്ന് പറയുന്നുണ്ട്. പിന്നീട് ശരീരത്തിന് മാറ്റങ്ങൾ വരുന്നുണ്ട്. ഷഡ്വികാരം, ശരീരത്തിന് 6 വിധത്തിലുള്ള വികാരങ്ങളാണ്, അല്ലെങ്കിൽ 6 വിധത്തിലുള്ള മാറ്റങ്ങളാണ് വരുന്നത്. അതാണ് ജനനം, വളർച്ച, സ്ഥിതി, പ്രത്യുത്പാദനം തുടങ്ങിയവ. ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ക്ഷേത്രം എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കുന്നു, എന്നാൽ ക്ഷേത്രജ്ഞന് മാറ്റം ഇല്ല. ഇത് നമ്മൾ ഭഗവത്ഗീതയിലെ 2ാമത്തെ അധ്യായത്തിലും പഠിച്ചിട്ടുണ്ട്. ഇത് കുറച്ചുകൂടി സാങ്കേതികമായിട്ട് ഇവിടെ വിവരിക്കുന്നു എന്ന് മാത്രം. ഇനിയും 8 മുതൽ 12 വരെയുള്ള ശ്ലോകങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ജ്ഞാനത്തെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ജ്ഞാനത്തെ പറ്റി ഭഗവാൻ പറയുമ്പോൾ വെറും ജ്ഞാനം നൽകുകയല്ല ചെയ്യുന്നത്. എന്ത് പദ്ധതിയാണ്, അല്ലെങ്കിൽ എന്ത് പ്രവൃത്തിയാണ്, അല്ലെങ്കിൽ എന്ത് ഗുണങ്ങളാണ് നമുക്ക് ജ്ഞാനം നൽകുന്നത് എന്നാണ് ഭഗവാൻ പറയുന്നത്. അതുകൊണ്ട് 8 മുതൽ 12 വരെയുള്ള ശ്ലോകങ്ങൾ വളരെ പ്രധാനപ്പെട്ട ശ്ലോകങ്ങളാണ്. നമ്മൾ ഭൗതികമായിട്ടുള്ള ഈ സമൂഹത്തിൽ ചിന്തിക്കും, അറിവ് നേടണമെങ്കിൽ നമ്മുടെ ഗുണങ്ങളുമായിട്ട് ബന്ധമില്ല. നമുക്ക് ബുദ്ധിയുണ്ടോ, കോൺസെൻട്രേഷൻ ഉണ്ടോ, മനസ്സിലാക്കാനുള്ള താല്പര്യമുണ്ടോ എങ്കിൽ നമുക്ക് എന്ത് അറിവും നേടാം. ഇതൊരു മിഥ്യാസങ്കല്പമാണ്. ആത്മീയമായിട്ടുള്ള അറിവ് നേടണമെങ്കിൽ അതിന് ഗുണഗണങ്ങൾ ആവശ്യമാണ്. നമ്മുടെ ചേതനയനുസരിച്ചാണ് നമുക്കത് ലഭിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ അവബോധം അനുസരിച്ചാണ് നമുക്ക് ലഭിക്കുന്നത്. അല്ലാതെ വെറും ബുദ്ധി, നമ്മുടെ IQ കൊണ്ട് നമുക്ക് ഭഗവത്ഗീത മനസ്സിലാക്കാം, അല്ലെങ്കിൽ ഭാഗവതം മനസ്സിലാക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധിക്കില്ല. ഇവിടെ നോക്കൂ, അതാണ് യഥാർത്ഥത്തിലുള്ള ജ്ഞാനം. അത് ഒരു ചോദ്യം. യഥാർത്ഥത്തിലുള്ള ജ്ഞാനം എന്നാൽ എന്താണ്? അത് നമ്മൾ ചർച്ച ചെയ്തു. യഥാർത്ഥത്തിലുള്ള ജ്ഞാനം എന്താണ്? ക്ഷേത്രവും ക്ഷേത്രജ്ഞനെയും കുറിച്ചുള്ള അറിവ്. ഈ കുറച്ചുകൂടി അവിടെ ക്ഷേത്രജ്ഞൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ആത്മാവിനെയാണ്. ഇപ്പോൾ വെറുതെ പറയുകയാണ് ക്ഷേത്രത്തെയും ക്ഷേത്രജ്ഞനെയും കുറിച്ചുള്ള അറിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ക്ഷേത്രജ്ഞൻ ആത്മാവും പരമാത്മാവും ഉൾക്കൊണ്ടിരിക്കുന്നു. എന്നാൽ വേറൊരു വിധത്തിൽ പറയുകയാണെങ്കിൽ ക്ഷേത്രവും അതുപോലെ തന്നെ ക്ഷേത്രജ്ഞനും, അല്ലെങ്കിൽ കുറച്ചുകൂടി സ്പഷ്ടമാക്കുക, ശരീരവും ആത്മാവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക. ശരീരത്തെയും ആത്മാവിനെയും പറ്റി മനസ്സിലാക്കുക. ഇവ രണ്ടിനെയും നിയന്ത്രിക്കുന്നത് ആര്? ഇവ രണ്ടിൻ്റെയും നിയന്താവ് ആര് എന്നുകൂടി മനസ്സിലാക്കുക. ഈ അറിവുണ്ടെങ്കിൽ ഇതാണ് യഥാർത്ഥത്തിലുള്ള ജ്ഞാനം. അല്ലെങ്കിൽ ശരീരം, ആത്മാവ്, പരമാത്മാവ്, ഇത് 3ഉം മനസ്സിലാക്കാൻ കഴിയുകയാണെങ്കിൽ ഇതിനെ ജ്ഞാനം എന്ന് പറയുന്നു. അല്ലാതെ ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഈ ലോകത്തിലെ എന്ത് അറിവിനെയും നമുക്ക് ജ്ഞാനം എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഭഗവത്ഗീതയുടെ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷേത്രത്തെയും ക്ഷേത്രജ്ഞനെയും കുറിച്ച് മനസ്സിലാക്കുക. അതിൽ ക്ഷേത്രജ്ഞനിൽ ആത്മാവുമുണ്ട്, പരമാത്മാവുമുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ ക്ഷേത്രത്തെയും ആത്മാവിനെയും നിയന്ത്രിക്കുന്ന ആ പരമാത്മാവിനെയും കൂടി മനസ്സിലാക്കുക. അപ്പോൾ അതിൻ്റെ ഭാഗമാണ് ആത്മാവും പരമാത്മാവും രണ്ടാണെന്ന് ഉള്ള അറിവ്. അതുകൊണ്ട് ആ അറിവ് നേടണമെങ്കിൽ
എന്താണ് വേണ്ടത് എന്നാണ് 8 മുതൽ 12 വരെയുള്ള ശ്ലോകങ്ങൾ പറയുന്നത്. അവിടെ ഭൗതികമായിട്ടുള്ള ഗുണഗണങ്ങൾ നമ്മെ സഹായിക്കില്ല. ഇത് വളരെ പ്രധാനമായിട്ടുള്ള ശ്ലോകമാണ്. നമുക്ക് നോക്കാം. അമാനിത്വം അമാനിത്വം അദംഭിത്വം അഹിംസാ ക്ഷാന്തിരാർജവം ആചാര്യോപാസനം ശൗചം സ്ഥൈര്യമാത്മവിനിഗ്രഹഃ ഇന്ദ്രിയാർത്ഥേഷു വൈരാഗ്യം അനഹങ്കാര ഏവ ച ജന്മമൃത്യുജ്ജരാവ്യാധി ദുഃഖദോഷാനുദർശനം അസക്തിർ അനഭിഷ്വംഗ പുർത്തദാരഗൃഹാദിഷു നിത്യം ച സമചിത്വത്വം ഇഷ്ടാനിഷ്ടോപപത്തിഷു മയി ചാനന്യയോഗേന ഭക്തിർ അവ്യഭിചാരിണി വിവിക്തദേശസേവത്വം അരതിർജന സംസദി അധ്യാത്മജ്ഞാന നിത്യത്വം തത്വജ്ഞാനാർത്ഥ ദർശനം ഏതജ്ഞാനമിതി പ്രോക്തം അജ്ഞാനം യതതോന്യഥാ. ഭഗവാൻ വളരെ വ്യക്തമായിട്ടാണ് ഇവിടെ പറയുന്നത് എന്താണ് ജ്ഞാനം, എന്താണ് അജ്ഞാനം. അപ്പോൾ ഭഗവാൻ ഇവിടെ വർണ്ണിക്കുമ്പോൾ ഇതിൽ യാതൊരു യാതൊരു ഗ്രേ ഏരിയയും ഇല്ല ഭഗവാന്റെ ഒരു നിർവചനത്തിൽ. അതായത് ഇത് ശരിയാണോ ഇത് തെറ്റാണോ എന്നില്ല, വളരെ വ്യക്തമായിട്ടാണ് പറയുന്നത്. നമുക്ക് വായിക്കാം എന്തൊക്കെയാണ് ഗുണങ്ങൾ. അമാനിത്വം എന്ന് പറഞ്ഞാൽ തുടങ്ങാം. വിനയം, ഗർവില്ലായ്മ, അഹിംസ, ക്ഷമ, ലാളിത്യം, ഒരു യഥാർത്ഥ ആത്മീയ ഗുരുവിനെ സമീപിക്കൽ, ശുചിത്വം, സ്ഥൈര്യം, ആത്മസംയോഗം, ഇന്ദ്രിയ വിഷയങ്ങളിൽ അനാസക്തി, മിഥ്യാഹങ്കാരമില്ലായ്മ, ജനന മരണങ്ങൾ, വാർദ്ധക്യം, രോഗം എന്നീ പരിണാമങ്ങളുടെ ദുഃഖാത്മകതയെക്കുറിച്ചുള്ള ബോധം, വൈരാഗ്യം, മക്കൾ, ഭാര്യ, ഗൃഹം മുതലായവയിൽ നിന്നുള്ള വിമുക്തി, സുഖദുഃഖങ്ങളിൽ അക്ഷോഭ്യത, എന്നിൽ സ്ഥിരവും നിഷ്കളങ്കവുമായ ഭക്തി, ഏകാന്തമായ സ്ഥലത്ത് ജീവിക്കുവാനുള്ള ആഗ്രഹം, ആൾക്കൂട്ടത്തിൽ നിന്ന് വേറിട്ട് നിൽക്കൽ, ആത്മസാക്ഷാത്കാരത്തിന്റെ പ്രാധാന്യമറിയൽ, ചിന്തയിലൂടെ നിരപേക്ഷ തത്വത്തെക്കുറിച്ച് അന്വേഷിക്കൽ എന്നിവയെല്ലാം ജ്ഞാനമാണെന്നും ഇവയല്ലാതെയുള്ളവ എല്ലാം അജ്ഞാനമാണെന്നും ഞാൻ പ്രഖ്യാപിക്കുന്നു. നോക്കൂ, ഈ പറയുന്ന ഘടകങ്ങൾ മാത്രമാണ് ജ്ഞാനം, ഇതല്ലാതെ മറ്റെല്ലാം അജ്ഞാനമാണെന്ന് ഭഗവാൻ പറയുന്നു. ഇതിൻ്റെ ഭാവാർത്ഥം വളരെ പ്രാധാന്യം അറിയിക്കുന്നു. കാര്യം ഇതിൽ എല്ലാ വാക്കുകളും ഭഗവാൻ നന്നായിട്ട് നമുക്ക് പറഞ്ഞു നൽകുന്നുണ്ട്. ഭാവാർത്ഥം: ഈ ജ്ഞാന പ്രക്രിയയെ കർമ്മക്ഷേത്രത്തിൻ്റെ ഒരു പ്രതിപ്രവർത്തനമെന്ന ബുദ്ധി കുറഞ്ഞവർ ചിലപ്പോൾ തെറ്റിദ്ധരിക്കാറുണ്ട്. എന്താണ് പറയുന്നത്? ചിലർ ചിന്തിക്കും ഇത് ജ്ഞാനപ്രക്രിയയാണ്, ഇതിലൂടെയാണ് നമുക്ക് ജ്ഞാനം ലഭിക്കുന്നത്, അത് കർമ്മക്ഷേത്രത്തിന്റെ പ്രതിപ്രവർത്തനം എന്ന് ബുദ്ധി കുറഞ്ഞപ്പോൾ ചിലപ്പോൾ തെറ്റിദ്ധരിക്കാറുണ്ട്. എന്നാൽ വാസ്തവത്തിൽ ഇതാണ് ജ്ഞാനത്തിന്റെ യഥാർത്ഥ പ്രക്രിയ. അപ്പോൾ ആളുകൾ വിചാരിക്കും വിനയം എന്ന് പറയുമ്പോൾ അത് ഭൗതികമായിട്ടുള്ള ഒരു ഗുണം മാത്രമാണ്. പക്ഷെ അതല്ല ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്ന ഓരോരോ വാക്കിനും ആത്മീയമായിട്ടുള്ള നിർവചനം ഉണ്ട്. അപ്പൊ നാം ഉദ്ദേശിക്കുന്നത് പോലെ ഭൗതികമായിട്ടുള്ള ഗുണങ്ങളെ പറ്റിയല്ല ഇവിടെ പറയുന്നത്, അതിനപ്പുറമായിട്ടുള്ള അർത്ഥമുണ്ട്. അതുകൊണ്ടാണ് ബുദ്ധി കുറഞ്ഞവരെന്താണ് ചിന്തിക്കുന്നത്? അവർ ചിന്തിക്കുന്നത് ഇത് ക്ഷേത്രത്തിന്റെ ചില പ്രതിപ്രവർത്തനങ്ങളാണ്, അല്ലെങ്കിൽ ഇത് വെറും ഭൗതികമാണെന്ന് അവർ കരുതുന്നു. അത് ശരിയല്ല. എന്നാൽ വാസ്തവത്തിൽ ഇതാണ് ജ്ഞാനത്തിന്റെ യഥാർത്ഥ പ്രക്രിയ. ഇതിനെ സ്വീകരിക്കുന്നത് കൊണ്ട് നിരപേക്ഷ തത്വത്തെ സമീപിക്കാനുള്ള അവസരം കിട്ടുന്നു. മുമ്പ് പറഞ്ഞിട്ടുള്ളത് പോലെ 24 ഭൗതിക മൂലകങ്ങളുടെ പ്രതിപ്രവർത്തനമല്ലിത്, മറിച്ച് അവയുടെ ബന്ധനത്തിൽ നിന്ന് മോചനം നേടാനുള്ള ഉപായമാണ്. നോക്കൂ, അപ്പോൾ ഇത് ഭൗതികമായിട്ടുള്ള വസ്തുക്കളല്ല ഇവിടെ പറയുന്നത്, ഘടകങ്ങളല്ല പറയുന്നത്. എന്നാൽ ഭൗതികതയിൽ നിന്ന് മോചനം നേടാൻ നമ്മെ സഹായിക്കുന്ന പ്രക്രിയയാണ്. 24 മൂലകങ്ങളാൽ നിർമ്മിക്കപ്പെട്ട ശരീരത്തിൽ കുടുങ്ങിപ്പോയ ജീവാത്മാവിന് ഇപ്പറഞ്ഞ ജ്ഞാനപ്രക്രിയ മോചന മാർഗമാണ്. ജ്ഞാനപ്രക്രിയയുടെ വിവരണത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് എന്തെന്നും 11-ാം ശ്ലോകത്തിൽ ആദ്യ വരിയിൽ തന്നെ
മാക്കിയിട്ടുണ്ട്. മൈച്ചാനന്യയോഗേന ഭക്തി അവ്യഭിചാരിണി എന്ന്. ജ്ഞാനപ്രക്രിയയുടെ അവസാന ലക്ഷ്യം കറകളഞ്ഞ ഭക്തിയുത ഭഗവത് സേവനമാണ്. അതുകൊണ്ട് അതീന്ദ്രിയമായ ഭഗവത് സേവനത്തിലെ എത്തിച്ചേരുന്നില്ലെങ്കിൽ അഥവാ അതിന് സാധിച്ചില്ലെങ്കിൽ മുൻപ് പറഞ്ഞ 19 സദ്ഗുണങ്ങളും പാഴാകുന്നു. ഇതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. 20 ഗുണഗണങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇതിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് മൈച്ച അനന്യയോഗേന ഭക്തിരവ്യഭിചാരിണി. അപ്പോൾ ഈ പറയുന്ന 20 ഗുണങ്ങളുടെയും ഒരേ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഭഗവാനികൾ ഭക്തി ലഭിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഗുണഗണങ്ങളൊന്നും ഭക്തിയിൽ എത്തിച്ചേരുന്നില്ലെങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ല. അപ്പോൾ യഥാർത്ഥത്തിലുള്ള ജ്ഞാനം ലഭിക്കണമെങ്കിൽ കൃഷ്ണഭക്തി ആവശ്യമാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രക്രിയകളും അതിലേക്കാണ് നമ്മെ നയിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഗുണഗണങ്ങളൊന്നും കേവലം ഭൗതികമല്ല. അതുകൊണ്ട് നാം ഇവിടെ കാണാൻ പോകുന്ന നിർവചനങ്ങളെല്ലാം തന്നെ ഭക്തിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. തികഞ്ഞ കൃഷ്ണാവബോധത്തോടെ ഭക്തിപൂർവം സേവനം അനുഷ്ഠിക്കുന്നവരിലാകട്ടെ മറ്റ് 19 ഗുണങ്ങളും സ്വാഭാവികമായി വളർന്നു വരും. ശ്രീമദ് ഭാഗവതം പറയുന്നു, യസ്യാസ്തി ഭക്തിർ ഭഗവത്യകിഞ്ചന സർവേർ ഗുണൈർ യത്ര സമാസത്തെ ഗുരാ ഭഗവത് സേവന നിരതയിൽ ജ്ഞാനത്തിൻ്റെതായ എല്ലാ നല്ല ഗുണങ്ങളും തഴച്ച് വളരുമെന്നർത്ഥം. ഇതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എല്ലാവരും ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവത് ഭക്തി ഉണ്ടെങ്കിൽ മറ്റ് ഗുണങ്ങളെല്ലാം ഒന്നൊന്നായിട്ട് നമുക്ക് ലഭിക്കും. ഭക്തി ഇല്ലെങ്കിൽ മറ്റു ഗുണങ്ങൾ കൊണ്ട് പ്രയോജനമില്ലതാണ്. ഇത് നമുക്ക് കൂടുതൽ വിസ്തരിക്കാം. ഉദാഹരണത്തിന് വിനയം. പലരും വിനയം കാണിച്ചു വന്നിരിക്കും, പക്ഷെ ആ വിനയം ഭക്തിയിലേക്ക് നയിക്കുന്നില്ലെങ്കിൽ പിന്നെ ആ വിനയം കൊണ്ട് എന്താണ് പ്രയോജനം? അതാണോ യഥാർത്ഥമുള്ള വിനയം? എന്നാൽ ഭക്തി ഉണ്ടെങ്കിൽ ഒരാൾ മറ്റ് സദ്ഗുണങ്ങളൊന്നും ഇല്ലെങ്കിലും ഒരാൾക്ക് ഭക്തി ജനിക്കുകയാണെന്നിരിക്കട്ടെ, ഒരാൾ വിചാരിക്കുകയാണ് ഇപ്പം ഞാൻ നാമം ജപിച്ചു തുടങ്ങാം. ആ ഭക്തി ഒന്നുകൊണ്ട് മാത്രം മറ്റ് സദ്ഗുണങ്ങൾ ഒന്നൊന്നായിട്ട് ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. അപ്പോൾ ഏറ്റവും പ്രധാനം ഭക്തിയാണ്. അപ്പോൾ ജ്ഞാനം ഉണ്ടാകണമെങ്കിൽ ആദ്യം വേണ്ടത് ഭക്തിയാണ്. അപ്പോൾ പൂർണ്ണജ്ഞാനം ഉണ്ടാകണമെങ്കിൽ എന്ത് ഭക്തിയാണ് വേണ്ടത്? അതാണ് ഇവിടെ പറയുന്നത്, അനന്യഭക്തി, അതായത് ശുദ്ധഭക്തി. അടുത്തൊരു പോയിന്റ്, വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ഇവിടെ പറയുന്നു. 8-ാം ശ്ലോകത്തിൽ പ്രസ്താവിച്ചിട്ടുള്ളതുപോലെ ഒരു ആധ്യാത്മിക ആചാര്യനെ സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഭക്തിപൂർവം സേവനം അനുഷ്ഠിക്കുന്നവർക്കും ഇത് അത്യാവശ്യമാണ്. അഭിമതനായൊരു ആചാര്യനെ അംഗീകരിക്കലത്രേ ആധ്യാത്മിക ജീവിതത്തിന്റെ ആരംഭം. ഈ ജ്ഞാനപ്രക്രിയയാണ് യഥാർത്ഥ മാർഗമെന്ന് പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ കൃഷ്ണൻ സ്വയം നിർദ്ദേശിച്ചിരിക്കെ അതിന് പുറമേ ഒരു ഊഹാപോഹങ്ങൾ നിരർത്ഥകങ്ങൾ തന്നെ. അപ്പോൾ 2 കാര്യങ്ങളാണ്. രണ്ടാമത്തെ എന്താണ് പറയുന്നത്? അതും വളരെ പ്രധാനപ്പെട്ട ആചാര്യോപാസനം. ഇപ്പോൾ ഭക്തിയുടെ പ്രഭുപാദര് ഈ ശ്ലോകം കുറേ പേജുകളുണ്ട് ഇതിന്റെ ഭാവാർത്ഥം. ഇത് മുഴുവൻ വർണ്ണിക്കുന്നതിന് മുമ്പ് പ്രഭുപാദ് ഇതിന്റെ കഴമ്പ് എന്താണെന്ന് ഇവിടെ തന്നെ പറഞ്ഞു തന്നിരിക്കുന്നു. 2 കാര്യങ്ങളാണ്. ഒന്ന്, ഭക്തി ഉണ്ടായിരിക്കണം. 2, ആചാര്യോപാസനം. അപ്പോൾ ഭക്തിയിൽ തന്നെ നമുക്ക് പുരോഗതി ഉണ്ടാവണമെങ്കിൽ ആചാര്യോപാസനം വേണം. നമ്മുടെ പരമ്പരയിൽ വരുന്ന ഒരു ആചാര്യനിൽ ശിഷ്യപ്പെടണം. എങ്കിൽ മാത്രമേ നമ്മുടെ ഭക്തിയിൽ പുരോഗതി ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ ആ അനന്യ ഭക്തി ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു ആചാര്യൻ്റെ, ഒരു ഗുരുവിൻ്റെ കൃപ അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ നമുക്കൊരിക്കലും പുരോഗതി ഉണ്ടാവില്ല. അപ്പോൾ ആചാര്യോപാസനം വളരെ വളരെ പ്രധാനമാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഈ കൃഷ്ണ കോൺഷ്യസ് സൊസൈറ്റിയിൽ വളരെയധികം ഗുരുക്കന്മാരുണ്ട്. ഇപ്പം എവിടെ പോയാലും നമുക്ക് ഗുരുക്കന്മാരെ കാണാൻ പറ്റും. അതൊരു വലിയൊരു അനുഗ്രഹമാണ്. അപ്പോൾ ഇസ്കോണിലുള്ള ഏത് ഗുരുവിൻ്റെ ശിക്ഷണം നമ്മൾ സ്വീകരിക്കുകയാണെങ്കിലും, ആരിൽ നിന്ന് ദീക്ഷ എടുക്കുകയാണെങ്കിലും തീർച്ചയായിട്ടും നമുക്ക് അനന്യഭക്തി ലഭിച്ചിരിക്കും. ഇതാണ് അതിൻ്റെ പ്രത്യേകത. എന്തുകൊണ്ടാണ് നമ്മുടെ ഇസ്കോണിലുള്ള എല്ലാ ഗുരുക്കന്മാരും
ശീല പ്രഭുപാദരെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. അതുകൊണ്ട് ഗുരുവിന്റെ കൃപയാൽ, ശീല പ്രഭുപാദരുടെ കൃപയാൽ, ആത്യന്തികമായിട്ട് ഭഗവാന്റെ കൃപയാൽ ഒരാൾക്ക് അനന്യഭക്തി ലഭിക്കും. ഇനി മേൽപ്പറഞ്ഞ ജ്ഞാന സാധനങ്ങളെ മറ്റുള്ളവർ തന്നെ ബഹുമാനിക്കണമെന്ന ദുർമോഹം ഇല്ലാതിരിക്കലാണ് വിനയം. ജീവിതത്തെക്കുറിച്ചുള്ള ഭൗതിക സങ്കല്പം അന്യരുടെ ആദരം പിടിച്ചുപറ്റാനുള്ള വ്യഗ്രതയുണ്ടാക്കുന്നു. ഈ ശരീരമല്ല ഞാനെന്ന് ബോധ്യപ്പെട്ട പൂർണ്ണജ്ഞാനിയായ ഒരാൾക്ക് ശരീരത്തെ സംബന്ധിച്ചുള്ള മാനാപമാനങ്ങൾ ഒരിക്കലും പ്രശ്നമാകുന്നില്ല. മനുഷ്യൻ ഈ ഭൗതിക തൃഷ്ണയിൽ ആകർഷനാകാൻ പാടില്ല. മതസംബന്ധമായ പ്രശസ്തി നേടണമെന്ന് പലരും ആഗ്രഹിക്കാറുണ്ട്. അങ്ങനെ മതസിദ്ധാന്തങ്ങളെ നിഷ്കൃഷ്ടമായി പഠിക്കാതെ ചിലർ അവയ്ക്ക് വഴങ്ങാത്ത ഓരോ സംഘടനകളിൽ ചെന്നുപെടുകയും തങ്ങൾ മതാചാര്യനാണെന്ന് പ്രശസ്തി നേടാൻ ഉദ്യമിക്കുകയും ചെയ്യുന്നു. ആധ്യാത്മിക ശാസ്ത്രത്തിലുള്ള പുരോഗതി അറിയാൻ ഓരോരുത്തരും ഒരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. ഈ പരിശോധനകൾ കൊണ്ട് ഒരാൾക്ക് തൻ്റെ പുരോഗതിയെക്കുറിച്ച് വിലയിരുത്താം. ഇതൊരു വലിയ കാര്യമാണ്. ഇത് ഭക്തിയുടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. അതായത് ആദ്യം പറയുന്ന വിനയത്തെ പറ്റിയാണല്ലോ പറയുന്നത്. അമാനിത്വം എന്ന് പറയുന്നത് അമാനിത്വം എന്ന് പറഞ്ഞാൽ വാക്കിന്റെ വിശദീകരണമാണ് പ്രഭുപാദർ ഇവിടെ നൽകുന്നത്. അമാനിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരിൽ നിന്ന് ആദരവ് നാം ആഗ്രഹിക്കാത്ത ആ അവസ്ഥ, ഇതാണ് അമാനിത്വം. മറ്റുള്ളവരിൽ നിന്ന് നാം മാനം ആഗ്രഹിക്കുന്നില്ല, അമാനിത്വം. ആ ഒരവസ്ഥ നമ്മുടെ ചേതനയുടെ ഒരു അവസ്ഥയാണ്. ഇത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് മഹാപ്രഭുവും പറയുന്നുണ്ട്, തൃണാധിപ സുനീചേന തരോരിപ സഹിഷ്ണ അമാനിനാ മാനദേന കീർത്തനീയ സദാഹരി. അമാനിനാ മാനദേന കീർത്തനീയ സദാഹരി. അപ്പൊ എപ്പോഴും ഭഗവാന്റെ നാമങ്ങൾ ജപിക്കണമെങ്കിൽ അതിനുള്ള യോഗ്യത ഇതാണ്. എന്താണ്? മറ്റുള്ളവരിൽ നിന്ന് ആദരവ് ആഗ്രഹിക്കുന്നില്ല, എന്നാൽ മറ്റുള്ളവരെ നാം ആദരിക്കുന്നു. ഇത് വളരെ ഒരു ഉയർന്ന ചിന്തയാണ്. ഇത് വളരെ ഉയർന്ന ഒരു ചേതനയാണ്. ഈ ഒരു മനസ്സിലെത്തണമെങ്കിൽ തീർച്ചയായിട്ടും നാം പരിശ്രമിക്കണം. അതുകൊണ്ടാണ് പ്രഭുപാദർ പറയുന്നത്, നാം തന്നെ ഇത് വിലയിരുത്തേണ്ടതുണ്ട്. നമ്മൾ തന്നെ ആത്മപരിശോധന ചെയ്യേണ്ടതുണ്ട്. ആത്മപരിശോധന ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം നാം മറ്റുള്ളവരിൽ നിന്ന് ആദരവ്, ബഹുമാനം ആഗ്രഹിക്കുന്നു എന്ന്. ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മുടെ ഭക്തസംഘത്തിലാവുമ്പോൾ ഇത് വളരെ എളുപ്പമാണ്. നമുക്ക് അംഗീകാരം ലഭിക്കുന്നുണ്ടോ? നാം ചെയ്ത സേവനങ്ങൾ മറ്റുള്ളവർ ആരെങ്കിലും പറഞ്ഞു, നന്നായിട്ടുണ്ട് പ്രഭു, അല്ലെങ്കിൽ മാതാജി, ആ സേവനം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, ഇത് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഇത് നമുക്ക് നമ്മുടെ ഉള്ളിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാം. ചിലപ്പോൾ നമ്മൾ വലിയൊരു സേവനം ചെയ്തു വന്നിരിക്കും. ഒരു സേവനവും വലുതല്ല, പക്ഷെ നമ്മൾ ചിന്തിക്കും, ഞാൻ കുറേ കഷ്ടപ്പെട്ടു, ഞാൻ ഒരു വലിയൊരു പ്രോജക്റ്റ് ചെയ്തു. അതിൻ്റെ അവസാനം നമ്മൾ ചിന്തിക്കും, നമ്മുടെ ഭക്തജനങ്ങൾ നമ്മളുടെ അടുത്ത് വന്നിട്ട് നമ്മളെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടോ? ഇങ്ങനെ ഉള്ള ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകുക. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ഇത് നമ്മുടെ ഭക്തിക്ക് അനുകൂലമായിട്ടുള്ള ചിന്തയല്ല എന്ന്. അപ്പൊ ഈ ആത്മപരിശോധന ഒരു ഭക്തൻ എപ്പോഴും നടത്തേണ്ടതുണ്ട്. പലപ്പോഴും ഭക്തജനങ്ങളിൽ തന്നെ പ്രശ്നമുണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഇത്തരത്തിലുള്ള ചിന്ത കൊണ്ടാണ്. എനിക്ക് വേണ്ട വിധത്തിലുള്ള ആദരവ് ലഭിക്കുന്നില്ല, ഞാൻ പറയുന്നത് മറ്റുള്ളവർ കേൾക്കുന്നില്ല. മനസ്സിലായില്ലേ? മറ്റുള്ളവർ ഞാൻ പറയുന്നത്, എൻ്റെ അഭിപ്രായം മറ്റുള്ളവർ സ്വീകരിക്കുന്നില്ല. ഇങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ പല വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകും. നമ്മൾ ഭക്തജനങ്ങളുടെ സംഘത്തിലാവാം, എങ്കിൽ പോലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. എന്തുകൊണ്ടാണ്? നമ്മൾ വിചാരിക്കും, അയ്യോ ഞാൻ ഇത്രയൊക്കെ സേവനങ്ങൾ ചെയ്തിട്ടുണ്ട്, എന്നിട്ട് ഞാൻ ഈ ഒരു അഭിപ്രായം പറഞ്ഞു, പക്ഷെ ആരും കേൾക്കുന്നില്ല. പ്രശ്നം മനസ്സിലാകുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഈ ഒരു ഗുണം തന്നെ നമ്മൾ ആന്തരികമായിട്ടിരിക്കണം, എടുക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ഭക്തിയിൽ പുരോഗതി ഉണ്ടാവുകയുള്ളൂ.